സംഗം നഗർ എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അത് ഭക്ഷണത്തിന് പ്രസിദ്ധി ആർജിച്ചിരുന്നു. അകലെ നിന്നുപോലും ജനങ്ങൾ സംഗം നഗറിലേക്ക് വന്നുകൊണ്ടിരുന്നു. സംഗം നഗറിലെ അങ്ങാടിയിലുള്ള കടകളെല്ലാം ഭക്ഷണശാലകളായിരുന്നു. ചിലത് തട്ടുകടകൾ, ചിലത് ഇഡ്ഡലിക്കടകൾ, ചിലത് ചൈനീസ് സ്റ്റോൾ, ചിലത് ബിരിയാണി കടകൾ. എല്ലാവരും അവരവരുടെ ഹോട്ടൽ നടത്തുന്നതിൽ സന്തോഷിച്ചു. എന്താ സ്വാമി, കച്ചവടമെല്ലാം എങ്ങനെയുണ്ട്? അടിപൊളിയായി നടക്കുന്നുണ്ട്. രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. വളരെ സന്തോഷം. എന്റെ തട്ടുകടയും നന്നായി പോകുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിനും വൈകുന്നേരത്തെ ഭക്ഷണത്തിനും കസ്റ്റമേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. എന്റെ ചൈനീസ് കോർണറും രാത്രി നന്നായി പോകുന്നു. അത് ശരിയാ, പക്ഷേ നിന്റെ കടയിലാണ് ആൾക്കാർ കൂടി നിൽക്കുന്നത്. ആ പിന്നെ അല്ലാതെ ചൈനീസ് ഭക്ഷണമാണ് ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടം. അത് ഞാൻ സമ്മതിക്കില്ല. സൗത്ത് ഇന്ത്യൻ ഭക്ഷണമാണ് ഇന്ത്യയിലെ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത്. എന്നോട് ചോദിച്ചാൽ പഞ്ചാബി ആലു പൊറോട്ടയാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം ആലു പൊറോട്ട കഴിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല. ചൈനീസ് എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഇഡ്ഡലി എല്ലാവരും കഴിക്കും. ജനങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് ഇഷ്ടം എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമുക്ക് ഭക്ഷണപ്രിയരായ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ഗ്രാമത്തിലുള്ള കാരണവന്മാരെ ജീവിതത്തിൽ എത്രയോ തരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. വരൂ, നമുക്ക് അവരോട് ചോദിക്കാം. ആ ശരി, നമുക്ക് പോവാം. 3 ഹോട്ടൽ ഉടമകളും ഗ്രാമത്തിലെ അമ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. എന്താണ് വിശേഷം? നിങ്ങൾ 3 പേരും ഒന്നിച്ചു വന്നിരിക്കണു. അത്ഭുതം തന്നെ. ചെറിയച്ചാ, ഒരു കാര്യം പറയൂ. ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? പഞ്ചാബിയോ, സൗത്ത് ഇന്ത്യനോ, ചൈനീസോ? അല്ല, ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണല്ലോ. ഇന്ത്യയിൽ ഓരോ ഭാഗങ്ങളിലും ഉള്ളവർക്ക് പലതരത്തിലുള്ള ഭക്ഷണമാണ് ഇഷ്ടം. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണോ? ഒരേ ഒരു വഴിയുള്ളൂ, കോമ്പറ്റീഷൻ നടത്തണം. അല്ല സാറേ, അതെന്താ കോമ്പറ്റീഷൻ? അതൊന്ന് വിശദമാക്കാമോ? നിങ്ങൾ 3 പേരും അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കണം. എന്നിട്ട് അത് ജനങ്ങളുടെ മുന്നിൽ വെക്കണം. എന്നിട്ട് അവർ ഓരോരുത്തരും കഴിച്ചിട്ട് പറയും അവർക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന്. അമ്മാവാ, അവരത് എങ്ങനെ ഞങ്ങളോട് പറയാ? ഇപ്പൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കുന്നില്ലേ? ലൈക്ക്, ഡിസ്ലൈക്ക്. ആരുടെ ഫുഡാണോ അവർക്ക് ഇഷ്ടപ്പെട്ടത് ആ ഫുഡിന്റെ മുന്നിൽ ലൈക്ക് എന്ന ഒരു അടയാളം കാണിക്കും. ഇതാ ഇങ്ങനെ. ഇത് കൊള്ളാമല്ലോ. ഇത് ശരിക്കൊരു ഉഗ്രൻ ഐഡിയ. അങ്ങനെ ആവുമ്പോ ഒരുപാട് പേർക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് മനസ്സിലാവും. അത് മാത്രമല്ല, നമുക്ക് പബ്ലിസിറ്റിയും കിട്ടും. നമ്മുടെ എല്ലാവരുടെയും കട ഫേമസ് ആവും. എനിക്ക് ഈ ഐഡിയ വളരെ ഇഷ്ടപ്പെട്ടു. നന്ദി ചെറിയച്ചാ. വൃദ്ധനായ അമ്മാവിന്റെ ഐഡിയ പ്രകാരം 3 കട ഉടമസ്ഥന്മാരും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരുക്കങ്ങളിൽ വ്യാപൃതരായി. ഗ്രാമം മുഴുവനും പോസ്റ്റേഴ്സ് ഒട്ടിച്ചു. ഈ മത്സരം വളരെ പ്രത്യേകതയുള്ളതായതുകൊണ്ട് വളരെ വേഗം ഗ്രാമത്തിലെങ്ങും പരന്നു. ആ മത്സരം കവർ ചെയ്യാനായി ന്യൂസ് റിപ്പോർട്ടേഴ്സും അവിടേക്ക് വന്നു. മത്സരം ഗ്രാമത്തിലെ മൈതാനത്തിലാണ് നടത്തിയത്. അവിടെ 3 ഹോട്ടൽ ഉടമസ്ഥന്മാരും അവരുടെ പാചകക്കാരും ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ തയ്യാറായി. ഹർദീപ് സാർ, ഈ കോമ്പറ്റീഷൻ ഐഡിയ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഈ കോമ്പറ്റീഷൻ ഐഡിയ ഞങ്ങൾക്ക് തന്നത് ഹർദീപ് അല്ല, എന്റെ ചെറിയച്ഛൻ തന്ന ഐഡിയ ആണിത്. അതെയോ? എന്തിനു വേണ്ടിയാ? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരു സംശയം. ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഏതാണെന്ന്. അപ്പോൾ ഈ ജയന്റ് ഫുഡ് കോമ്പറ്റീഷൻ നടത്തുന്നതിന്റെ കാരണം ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഏതാണെന്ന് അറിയാൻ വേണ്ടിയാണല്ലേ? പഞ്ചാബിയോ, സൗത്ത് ഇന്ത്യനോ, അതോ ചൈനീസോ? ഇതറിയാനായി തുടർന്ന് കാണുക കുക്കു TV. എല്ലാ പാചകക്കാരും അവരവരുടെ പാചകമുറകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ചിലർ വലിയ പാത്രത്തിൽ മൈദ കുഴച്ചുകൊണ്ടിരുന്നു. ചിലർ വലിയ ചീനച്ചട്ടികളിൽ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരുപാട് ജനങ്ങൾ അവിടെ കൂടി. ചില മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപാട് ഭക്ഷണങ്ങൾ മേശയിൽ നിരന്നു. സ്വാമി ഒരു വലിയ മസാല ദോശ ഉണ്ടാക്കി. ചീൻ പ്രത്യേക സൂപ്പും അതുപോലെ നൂഡിൽസും ഉണ്ടാക്കി. അതേസമയം ഹർജിത്ത് വലിയ പൊറോട്ടയും ബട്ടർ ചിക്കനുമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ വരുന്നവരോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ 3 ഭക്ഷണങ്ങൾ രുചിച്ചു നോക്കി അവരവരുടെ അഭിപ്രായം പറയണം. ഇന്ത്യയിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം ഏതാണെന്ന് അറിയാൻ അത് ഞങ്ങളെ സഹായിക്കും. അത് കേട്ടപ്പോൾ കാണികളുടെ ഉത്സാഹം വർദ്ധിച്ചു. ആദ്യം വന്നതൊരു ചെറിയ കുട്ടിയായിരുന്നു. അവൾ ആദ്യം പൊറോട്ട കഴിച്ചു, പിന്നീട് വലിയ മസാല ദോശ,
അതിനുശേഷം നൂഡിൽസും കഴിച്ചു. കുട്ടി നൂഡിൽസ് ലൈക്ക് ചെയ്തു. ആദ്യത്തെ ലൈക്ക് നൂഡിൽസിനാണ്. അതിനുശേഷം ഓരോരുത്തരായി പലരും വന്നു. ചിലർക്ക് പറോട്ട ഇഷ്ടപ്പെട്ടു, ചിലർക്ക് മസാല ദോശയും, ചിലർക്ക് ചൈനീസ് നൂഡിൽസും ഇഷ്ടപ്പെട്ടു. ചൈനീസ് ഫുഡിന് 40 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. പഞ്ചാബി ഫുഡിന് 39 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫുഡിന് 41 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഈ കോമ്പറ്റീഷൻ അവസാനിച്ചിട്ടില്ല. ഇനി 2 മണിക്കൂറും കൂടി ബാക്കിയുണ്ട്. ഇത് കേട്ടപ്പോൾ സ്വാമി മനസ്സിനുള്ളിൽ ചിന്തിച്ചു, അയാളാണ് ജയിക്കുക എന്ന്. അല്പനേരത്തിനുള്ളിൽ വീണ്ടും ആളുകൾ വരാൻ തുടങ്ങി. അവരും ഓരോന്നോരോന്നായി ഭക്ഷണം കഴിച്ചു, ലൈക്സ് അറിയിച്ചു. ഇതോടുകൂടി മത്സരം അവസാനിച്ചിരിക്കുന്നു. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചാബി, സൗത്ത് ഇന്ത്യൻ, ചൈനീസ് 3 പേർക്ക് 100 ലൈക്സ് വീതം കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഹർദീപും സ്വാമിയും ചിങ്ങും ആശയക്കുഴപ്പത്തിലായി. അയ്യോ, ഇപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന്? ആർക്കറിയാം? അപ്പോൾ അവിടേക്ക് വൃദ്ധനായ അമ്മാവൻ കടന്നു വന്നു. നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത് ഈ മത്സരം മുഖേന ഏത് ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാകുക എന്ന്? ഞങ്ങൾക്കെല്ലാം 100 ലൈക്സ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലേ? എന്താ അത്? നിങ്ങൾ 3 പേരും ഉണ്ടാക്കിയ ഭക്ഷണം ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇതാണ് ഉത്തരം. ഭക്ഷണം ഇന്ത്യയെ ഒരുമിച്ച് ചേർക്കും, പിരിക്കില്ല. സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലി എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് പോലെ ഡൽഹിയിലുള്ളവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. പഞ്ചാബിലെ പൊറോട്ട ബംഗാളികളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കും. പിന്നെ ചൈനീസ് ഫുഡിന്റെ രുചി കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെ ഒരിക്കലും മാറില്ല. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ ഭാഷയാണെന്ന് പറയാനാവില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ ഫുഡ് ഇഷ്ടപ്പെടണമെന്നില്ല. ഇന്ത്യ ഒരു വൈവിധ്യമുള്ള രാഷ്ട്രമായി പ്രസിദ്ധമായിരിക്കുന്നു. ഈ ഫുഡ് കോമ്പറ്റീഷൻ ടിവിയിൽ ലൈവായി സംപ്രേഷണം ചെയ്തു. ഇപ്പൊ കണ്ടോ ഈ ജയന്റ് ഫുഡ് കോമ്പറ്റീഷൻ ഇന്ത്യയെ എങ്ങനെയാ ഒരുമിച്ച് ചേർത്തത് എന്ന്? ഈ ഗ്രാമത്തിലുള്ളവർ പറയുന്നത് ശരിയാ. ഇവരുടെ ഗ്രാമത്തിലുള്ള ഈ അമ്മാവൻ വളരെ ബുദ്ധിശാലിയാണ്. സംഗം നഗർ എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അത് ഭക്ഷണത്തിന് പ്രസിദ്ധി ആർജിച്ചിരുന്നു. അകലെ നിന്നുപോലും ജനങ്ങൾ സംഗം നഗറിലേക്ക് വന്നുകൊണ്ടിരുന്നു. സംഗം നഗറിലെ അങ്ങാടിയിലുള്ള കടകളെല്ലാം ഭക്ഷണശാലകളായിരുന്നു. ചിലത് തട്ടുകടകൾ, ചിലത് ഇഡ്ഡലി കടകൾ, ചിലത് ചൈനീസ് സ്റ്റോൾ, ചിലത് ബിരിയാണി കടകൾ. എല്ലാവരും അവരവരുടെ ഹോട്ടൽ നടത്തുന്നതിൽ സന്തോഷിച്ചു. എന്താ സ്വാമി, കച്ചവടമെല്ലാം എങ്ങനെയുണ്ട്? അടിപൊളിയായി നടക്കുന്നുണ്ട്. രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. വളരെ സന്തോഷം. എന്റെ തട്ടുകടയും നന്നായി പോകുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിനും വൈകുന്നേരത്തെ ഭക്ഷണത്തിനും കസ്റ്റമേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. എന്റെ ചൈനീസ് കോർണറും രാത്രി നന്നായി പോകുന്നു. അത് ശരിയാ, പക്ഷേ നിന്റെ കടയിലാണ് ആൾക്കാർ കൂടി നിൽക്കുന്നത്. ആ പിന്നെ അല്ലാതെ ചൈനീസ് ഭക്ഷണമാണ് ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടം. അത് ഞാൻ സമ്മതിക്കില്ല. സൗത്ത് ഇന്ത്യൻ ഭക്ഷണമാണ് ഇന്ത്യയിലെ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത്. എന്നോട് ചോദിച്ചാൽ പഞ്ചാബി ആലു പൊറോട്ടയാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം ആലു പൊറോട്ട കഴിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല. ചൈനീസ് എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഇഡ്ഡലി എല്ലാവരും കഴിക്കും. ജനങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് ഇഷ്ടം എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമുക്ക് ഭക്ഷണപ്രിയരായ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ഗ്രാമത്തിലുള്ള കാരണവന്മാരെ ജീവിതത്തിൽ എത്രയോ തരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. വരൂ, നമുക്ക് അവരോട് ചോദിക്കാം. ആ ശരി, നമുക്ക് പോവാം. 3 ഹോട്ടൽ ഉടമകളും ഗ്രാമത്തിലെ അമ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. എന്താണ് വിശേഷം? നിങ്ങൾ 3 പേരും ഒന്നിച്ചു വന്നിരിക്കണു. അത്ഭുതം തന്നെ. ചെറിയച്ചാ, ഒരു കാര്യം പറയൂ. ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? പഞ്ചാബിയോ, സൗത്ത് ഇന്ത്യനോ, ചൈനീസോ? അല്ല, ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണല്ലോ. ഇന്ത്യയിൽ ഓരോ ഭാഗങ്ങളിലും ഉള്ളവർക്ക് പലതരത്തിലുള്ള ഭക്ഷണമാണ് ഇഷ്ടം. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണോ? ഒരേ ഒരു വഴിയുള്ളൂ, കോമ്പറ്റീഷൻ നടത്തണം. അല്ല സാറേ, അതെന്താ കോമ്പറ്റീഷൻ? അതൊന്ന് വിശദമാക്കാമോ? നിങ്ങൾ 3 പേരും അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കണം. എന്നിട്ട് അത് ജനങ്ങളുടെ മുന്നിൽ വെക്കണം. എന്നിട്ട് അവർ ഓരോരുത്തരും കഴിച്ചിട്ട് പറയും അവർക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന്. അമ്മാവാ,
അവരത് എങ്ങനെ ഞങ്ങളോട് പറയാ? ഇപ്പൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കുന്നില്ലേ? ലൈക്ക്, ഡിസ്ലൈക്ക്. ആരുടെ ഫുഡാണോ അവർക്ക് ഇഷ്ടപ്പെട്ടത് ആ ഫുഡിന്റെ മുന്നിൽ ലൈക്ക് എന്ന ഒരു അടയാളം കാണിക്കും. ഇതാ ഇങ്ങനെ. ഇത് കൊള്ളാമല്ലോ. ഇത് ശരിക്കൊരു ഉഗ്രൻ ഐഡിയ. അങ്ങനെ ആവുമ്പോ ഒരുപാട് പേർക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് മനസ്സിലാവും. അത് മാത്രമല്ല, നമുക്ക് പബ്ലിസിറ്റിയും കിട്ടും. നമ്മുടെ എല്ലാവരുടെയും കട ഫേമസ് ആവും. എനിക്ക് ഈ ഐഡിയ വളരെ ഇഷ്ടപ്പെട്ടു. നന്ദി ചെറിയച്ചാ. വൃദ്ധനായ അമ്മാവന്റെ ഐഡിയ പ്രകാരം 3 കട ഉടമസ്ഥന്മാരും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരുക്കങ്ങളിൽ വ്യാപൃതരായി. ഗ്രാമം മുഴുവനും പോസ്റ്റേഴ്സ് ഒട്ടിച്ചു. ഈ മത്സരം വളരെ പ്രത്യേകതയുള്ളതായതുകൊണ്ട് വളരെ വേഗം ഗ്രാമത്തിലെങ്ങും പരന്നു. ആ മത്സരം കവർ ചെയ്യാനായി ന്യൂസ് റിപ്പോർട്ടേഴ്സും അവിടേക്ക് വന്നു. മത്സരം ഗ്രാമത്തിലെ മൈതാനത്തിലാണ് നടത്തിയത്. അവിടെ 3 ഹോട്ടൽ ഉടമസ്ഥന്മാരും അവരുടെ പാചകക്കാരും ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ തയ്യാറായി. ഹർദീപ് സാർ, ഈ കോമ്പറ്റീഷൻ ഐഡിയ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഈ കോമ്പറ്റീഷൻ ഐഡിയ ഞങ്ങൾക്ക് തന്നത് ഹർദീപ് അല്ല, എന്റെ ചെറിയച്ഛൻ തന്ന ഐഡിയ ആണിത്. അതെയോ? എന്തിനു വേണ്ടിയാ? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരു സംശയം. ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഏതാണെന്ന്. അപ്പോൾ ഈ ജയന്റ് ഫുഡ് കോമ്പറ്റീഷൻ നടത്തുന്നതിന്റെ കാരണം ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഏതാണെന്ന് അറിയാൻ വേണ്ടിയാണല്ലേ? പഞ്ചാബിയോ, സൗത്ത് ഇന്ത്യനോ, അതോ ചൈനീസോ? ഇതറിയാനായി തുടർന്ന് കാണുക കുക്കു TV. എല്ലാ പാചകക്കാരും അവരവരുടെ പാചകമുറകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ചിലർ വലിയ പാത്രത്തിൽ മൈദ കുഴച്ചുകൊണ്ടിരുന്നു. ചിലർ വലിയ ചീനച്ചട്ടികളിൽ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരുപാട് ജനങ്ങൾ അവിടെ കൂടി. ചില മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപാട് ഭക്ഷണങ്ങൾ മേശയിൽ നിരന്നു. സ്വാമി ഒരു വലിയ മസാല ദോശ ഉണ്ടാക്കി. ചീൻ പ്രത്യേക സൂപ്പും അതുപോലെ നൂഡിൽസും ഉണ്ടാക്കി. അതേസമയം ഹർജിത്ത് വലിയ പറോട്ടയും ബട്ടർ ചിക്കനുമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ വരുന്നവരോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ 3 ഭക്ഷണങ്ങൾ രുചിച്ചു നോക്കി അവരവരുടെ അഭിപ്രായം പറയണം. ഇന്ത്യയിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം ഏതാണെന്ന് അറിയാൻ അത് ഞങ്ങളെ സഹായിക്കും. അത് കേട്ടപ്പോൾ കാണികളുടെ ഉത്സാഹം വർദ്ധിച്ചു. ആദ്യം വന്നതൊരു ചെറിയ കുട്ടിയായിരുന്നു. അവൾ ആദ്യം പറോട്ട കഴിച്ചു, പിന്നീട് വലിയ മസാല ദോശ, അതിനുശേഷം നൂഡിൽസും കഴിച്ചു. കുട്ടി നൂഡിൽസ് ലൈക്ക് ചെയ്തു. ആദ്യത്തെ ലൈക്ക് നൂഡിൽസിനാണ്. അതിനുശേഷം ഓരോരുത്തരായി പലരും വന്നു. ചിലർക്ക് പറോട്ട ഇഷ്ടപ്പെട്ടു, ചിലർക്ക് മസാല ദോശയും, ചിലർക്ക് ചൈനീസ് നൂഡിൽസും ഇഷ്ടപ്പെട്ടു. ചൈനീസ് ഫുഡിന് 40 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. പഞ്ചാബി ഫുഡിന് 39 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫുഡിന് 41 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഈ കോമ്പറ്റീഷൻ അവസാനിച്ചിട്ടില്ല. ഇനി 2 മണിക്കൂറും കൂടി ബാക്കിയുണ്ട്. ഇത് കേട്ടപ്പോൾ സ്വാമി മനസ്സിനുള്ളിൽ ചിന്തിച്ചു, അയാളാണ് ജയിക്കുക എന്ന്. അല്പനേരത്തിനുള്ളിൽ വീണ്ടും ആളുകൾ വരാൻ തുടങ്ങി. അവരും ഓരോന്നോരോന്നായി ഭക്ഷണം കഴിച്ചു, ലൈക്സ് അറിയിച്ചു. ഇതോടുകൂടി മത്സരം അവസാനിച്ചിരിക്കുന്നു. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചാബി, സൗത്ത് ഇന്ത്യൻ, ചൈനീസ് 3 പേർക്ക് 100 ലൈക്സ് വീതം കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഹർദീപും സ്വാമിയും ചിങ്ങും ആശയക്കുഴപ്പത്തിലായി. അയ്യോ, ഇപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന്? ആർക്കറിയാം? അപ്പോൾ അവിടേക്ക് വൃദ്ധനായ അമ്മാവൻ കടന്നു വന്നു. നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത് ഈ മത്സരം മുഖേന ഏത് ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാകുക എന്ന്? ഞങ്ങൾക്കെല്ലാം 100 ലൈക്സ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലേ? എന്താ അത്? നിങ്ങൾ 3 പേരും ഉണ്ടാക്കിയ ഭക്ഷണം ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇതാണ് ഉത്തരം. ഭക്ഷണം ഇന്ത്യയെ ഒരുമിച്ച് ചേർക്കും, പിരിക്കില്ല. സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലി എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് പോലെ ഡൽഹിയിലുള്ളവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. പഞ്ചാബിലെ പൊറോട്ട ബംഗാളികളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കും. പിന്നെ ചൈനീസ് ഫുഡിന്റെ രുചി കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെ ഒരിക്കലും മാറില്ല. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ ഭാഷയാണെന്ന് പറയാനാവില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ ഫുഡ് ഇഷ്ടപ്പെടണമെന്നില്ല. ഇന്ത്യ ഒരു വൈവിധ്യമുള്ള രാഷ്ട്രമായി പ്രസിദ്ധമായിരിക്കുന്നു. ഈ ഫുഡ് കോമ്പറ്റീഷൻ ടിവിയിൽ ലൈവായി സംപ്രേഷണം ചെയ്തു. ഇപ്പൊ കണ്ടോ ഈ ജയന്റ് ഫുഡ് കോമ്പറ്റീഷൻ ഇന്ത്യയെ എങ്ങനെയാ ഒരുമിച്ച് ചേർത്തത് എന്ന്? ഈ ഗ്രാമത്തിലുള്ളവർ പറയുന്നത് ശരിയാ. ഇവരുടെ ഗ്രാമത്തിലുള്ള ഈ അമ്മാവൻ വളരെ ബുദ്ധിശാലിയാണ്. ബാബു
ബാബുലാൽ തനിക്കായി ഒരു ജോലി അന്വേഷിച്ച് ഗ്രാമത്തിൽ നിന്നും മുംബൈ നഗരത്തിലേക്ക് വന്നു. അദ്ദേഹം ഒരു ജോലിക്കായി ഒരുപാട് അന്വേഷിച്ചു നടന്നു. പക്ഷെ അദ്ദേഹത്തിന് എവിടെയും ഒരു ജോലി ലഭിച്ചില്ല. പിന്നെ ദിവസം മുഴുവൻ വെയിലത്ത് നടന്നതുകൊണ്ട് അദ്ദേഹത്തിന് ആകെ ക്ഷീണം തോന്നാൻ തുടങ്ങി. മുംബൈയിലേക്ക് വന്നാൽ എന്തെങ്കിലും ജോലി ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നാൽ എനിക്ക് സുഖമില്ലാതെ ആയിപ്പോയല്ലോ. സിറ്റിയിലുള്ള കാറ്റ് എനിക്ക് ഒത്തുവന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറെ പോയി കാണണം. ബാബുലാൽ ഡോക്ടറെ കാണാനായി ചെന്നു. പക്ഷെ അവിടെ നോക്കിയപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവരോട് അന്വേഷിച്ചപ്പോഴാണ് കാര്യമറിഞ്ഞത് അവരെല്ലാം കടയിലെ ആഹാരം കഴിച്ചത് കാരണം അവർക്ക് അസുഖം പിടിച്ചെന്ന്. ഇത് കേട്ടപ്പോൾ ബാബുലാലിന്റെ മനസ്സിൽ ഒരാലോചന തോന്നി. അങ്ങനെയാണോ? ഇതാണോ കാര്യം? നമ്മൾ എന്തിനാ ഇവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലോ? എനിക്കും ജോലി കിട്ടും, ഇവർക്കും ഭക്ഷണം കിട്ടും. ബാബുലാൽ ഡോക്ടറെ കണ്ട് തനിക്കുള്ള മരുന്നുകൾ വാങ്ങി. പിന്നെ തന്റെ വീട്ടിലേക്ക് വന്ന് ടിഫിൻ സർവീസ് ചെയ്യാനുള്ള എല്ലാ ജോലികളും ചെയ്തു. ആദ്യമായിട്ട് അദ്ദേഹം ചെന്ന് പലവ്യഞ്ജന കടയിൽ നിന്നും അദ്ദേഹം പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങി. പിന്നീട് അദ്ദേഹം പാത്രക്കടയിലേക്ക് ചെന്ന് പാത്രക്കാരന്റെ കയ്യിൽ നിന്നും ഒരുപാട് ടിഫിൻ ബോക്സ് വാങ്ങി. പിന്നെ വീട്ടിൽ പാചകം ചെയ്യാൻ തുടങ്ങി. വളരെ നന്നായിട്ട് പാചകം ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള എന്റെ ഭക്ഷണം അവർക്ക് ഇഷ്ടാവണമെങ്കിൽ ഞാൻ ശുദ്ധമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇന്നും നന്നായിട്ട് ഉണ്ടാക്കണം, എന്നാലേ ആരോഗ്യമായിട്ടുണ്ടാവുള്ളൂ. ബാബുലാൽ വളരെ വൃത്തിയായിട്ടും രുചികരമായിട്ടും ആഹാരം ഉണ്ടാക്കി. പിന്നെ ജനങ്ങളുടെ വീട് തോറും ചെന്ന് ആഹാരം നൽകി. എല്ലാവർക്കും അദ്ദേഹം നൽകുന്ന ആഹാരം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകാരണം അദ്ദേഹത്തിന് വീണ്ടും ഒരുപാട് ടിഫിനുള്ള ഓർഡറുകൾ ലഭിച്ചു. എന്റെ പൊന്നോ, ഞാൻ എങ്ങനെയൊക്കെ വിചാരിച്ചോ അതിനെക്കാട്ടും വളരെ നന്നായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ മനഃപൂർവ്വമായിട്ട് ജോലി ചെയ്തേക്കണം, എന്നാലേ കുറെ ജനങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. ബാബുലാൽ വളരെ കഠിനമായി അധ്വാനിച്ചു. എങ്കിലും അദ്ദേഹത്തിന് സമയത്തിന് എല്ലാവർക്കും ആഹാരം എത്തിക്കാൻ സാധിച്ചില്ല. അതിന് കാരണം അദ്ദേഹം തനിച്ച് ഒരാളായിട്ട് ജോലി ചെയ്യുകയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, പാചകം ചെയ്യുക, പിന്നെ ആഹാരം കൊണ്ടുപോയി ചേർക്കുക. അദ്ദേഹം നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ അതിരാവിലെ തന്നെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ബസ്സിന് വേണ്ടി ലൈനിൽ കാത്തു നിൽക്കുകയാണ്. ഇവിടെ വന്നു നോക്കുന്ന ആൾക്കാരെ കണ്ടാൽ ഇവര് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടുണ്ടാവില്ല തോന്നുന്നുണ്ടല്ലോ. ഒരു പക്ഷെ ഇവര് ബസ്സിൽ പോകുമ്പോൾ തന്നെ ടിഫിൻ കിട്ടിയാലോ? ഇവർക്ക് ഓഫീസിലും ശരിയായ നേരത്തിൽ പോകാൻ പറ്റും, പിന്നെ വിശപ്പും ഉണ്ടാവില്ല. ബാബുലാൽ ഒരു ബസ് റെസ്റ്റോറന്റ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഗ്രാമത്തിൽ നിന്നും തന്റെ ഭാര്യ പിന്നെ അനുജനെയും നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ ടിഫിൻ സർവീസ് മൂലം ഉണ്ടാക്കിയ കാശുകൊണ്ട് ഒരു 2 അടുക്കുള്ള ബസ് അദ്ദേഹം വാങ്ങി. ഇനി നമ്മളുടെ ഏരിയയിൽ ഇനി ആരും വിശപ്പോടെ ഉണ്ടാവുകയില്ല. ഞാൻ എല്ലാവർക്കും ടിഫിൻ കൊടുത്ത് പിന്നെ അവർ ഓഫീസിലേക്കും ഡ്രോപ്പ് ചെയ്യും. ശരി, ഇന്ന് തന്നെ നമുക്ക് തുടങ്ങിയേക്കാം. നല്ല കാര്യത്തിന് എന്താ നേരം നോക്കേണ്ടത്? ഇപ്പൊ ബാബുലാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അനുജൻ 3 പേരും ചേർന്ന് ബസ്സിൽ റെസ്റ്റോറന്റ് ഉണ്ടാക്കാനായി ശ്രമിച്ചു. ഇത് നോക്ക്, എനിക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ ഓട്ടിച്ചോളാം. എന്റെ കൈകൊണ്ടുണ്ടാക്കുന്നത് ആരെങ്കിലും ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി, പിന്നെ അവരെവിടെയും ചെന്ന് കഴിക്കില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ആ, നീ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് എന്തിനാ നീ ഇങ്ങനെ ചുറ്റിയൊക്കെ പറയേണ്ടത്? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, വണ്ടി ഓട്ടിക്കാനും അറിയാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞതല്ലേ ഞാൻ സിറ്റിയിലേക്കൊന്നും വരില്ല എന്ന്. കണ്ടില്ലേ, ഞാൻ വന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. പ്രയോജനമുണ്ട്. നീ ബസ്സും ഓട്ടണം, ഭക്ഷണം ഉണ്ടാക്കണം. നിന്നെ കൊണ്ട് പറ്റിയാൽ നീ ബസ്സും ഓട്ടിക്കണം, ഭക്ഷണം ഉണ്ടാക്കി സഹായിക്കണം. നീ വേറെ ജോലികളും ചെയ്യാം. അതിൽ എനിക്ക് എന്താ ഉള്ള ജോലി? 2 പേരുണ്ടല്ലോ 2 ജോലിയും ചെയ്യാൻ. ഭക്ഷണം കൊടുക്കാൻ വേറെ ആൾക്കാർ വേണ്ടേ? പിന്നെ ഭക്ഷണം കൊടുത്തതിന് ശേഷം കാശ് വാങ്ങിക്കാനും ഒരാൾ വേണ്ടേ നമുക്ക്? എന്നാൽ പിന്നെ ആ ജോലി നീ ഉണ്ടല്ലോ നോക്കാൻ. എന്നാ ശരി, ഞാൻ വെയിറ്റർ പ്ലസ് ബസ് കണ്ടക്ടർ. മനസ്സിലായി. ഇതാണ് കാര്യം. ഇനി നീ സിറ്റിയിൽ വന്നാൽ ഒരു പ്രയോജനം ഇല്ലെന്ന് നീ പറയില്ലല്ലോ? ഇല്ല, ഇനി ഞാൻ അങ്ങനെ പറയില്ല. വരൂ, നമുക്ക് പോയി ഒരു ഡെമോ ചെയ്തേക്കാം. പക്ഷെ ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് ആരാ ഓഫീസിലേക്ക് പോവുക? ഇന്ന് നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ബസ്സിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് രാവിലെ ഒരു കഷ്ടം ഉണ്ടാവില്ലല്ലോ. ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ബസ്സിലുള്ള റെസ്റ്റോറന്റ് ടൈപ്പ് ഒക്കെ മേലിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആർക്കൊക്കെ ഭക്ഷണം കഴിക്കണോ അവരൊക്കെ മേലോട്ട് വരും. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ താഴോട്ട് വന്നേക്കും. അതുകൊണ്ട് മറ്റുള്ള പാസഞ്ചർക്കും ഒരു തടസ്സവും ഉണ്ടാവില്ല. ഇത് വളരെ ശരിയായിരിക്കും. കിച്ചന്റെ മൊത്ത സെറ്റപ്പും നമ്മൾ മുകളിൽ തന്നെ ചെയ്തേക്കാം. എന്നാലേ രണ്ടും ഒന്നിനോടൊന്ന് മിക്സ് ആകാതെ ഇരിക്കൂ. 3
പേരും ചേർന്ന് ബസ്സിൽ റെസ്റ്റോറന്റ് ഉണ്ടാക്കാനുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. അവർ അവരുടെ പാത്രങ്ങൾ പിന്നെ കുറച്ച് ചെയറുകളോടൊപ്പം ചേർത്ത് കുറച്ച് ടേബിൾസും ബസ്സിൽ കൊണ്ടുവന്ന് വെച്ചു. അവർ മുകളിലത്തെ തട്ടിൻപുറത്ത് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തു വെച്ചു. ഈ സെറ്റപ്പ് ഒക്കെ തീർന്നു കഴിഞ്ഞു. ഇനി നാളെ രാവിലെ നോക്കിക്കോ, നമ്മുടെ സർവീസ് വളരെ നന്നായിട്ടുണ്ടാവും. പക്ഷെ അതിനു മുൻപേ നമ്മുടെ ബസ് റെസ്റ്റോറന്റിനെ കുറിച്ച് ജനങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. നമ്മൾ ബസിന്റെ മുൻപിലായി വലിയൊരു ബോർഡ് വെക്കണം. ഇപ്പോ ബാബുലാൽ കടയിൽ നിന്നും ഒരു വലിയ ബോർഡ് ചെയ്ത് കൊണ്ടുവന്നു. അതിൽ വലിയ വലിയ എഴുത്തുകളിൽ എന്തെഴുതിയിരുന്നെന്നാൽ ബാബു ബസ് റെസ്റ്റോറന്റ്. അവരാ ബോർഡ് ബസിന്റെ മുൻപിലായി തൂക്കിയിട്ടു. ഇപ്പൊ എല്ലാരും രാവിലെ നേരം വെളുക്കാൻ വേണ്ടി കാത്തിരുന്നു. നേരവും വെളുത്തു, പക്ഷെ ആരും തന്നെ അവരുടെ ബസ് റെസ്റ്റോറന്റിലേക്ക് വന്നില്ല. ഇത് കണ്ടതും അവർ 3 പേർക്കും ആകെ വിഷമമായി. ഇത് എന്താണ് ചേട്ടാ, നമ്മുടെ ബസ്സിന് ആരും വരുന്നില്ലല്ലോ, എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ, നമ്മൾ എന്നെ പോയി ജനങ്ങളൊക്കെ വിളിച്ചോണ്ട് വരണം. ഇപ്പോൾ ബാബുലാലും ശ്യാംലാലും രണ്ടുപേരും ചേർന്ന് അവരുടെ ബസ് റെസ്റ്റോറന്റിനെ കുറിച്ച് ജനങ്ങളോട് പറയാൻ തുടങ്ങി. ഇവിടെ നോക്ക് ചേട്ടാ, നിങ്ങൾ ഈ വെയിലത്ത് ഈ ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന പകരം ഞങ്ങളുടെ ബസ്സിലൊന്ന് ഇരുന്നോളൂ. അവിടെ വന്നാൽ നിങ്ങൾക്ക് ടിഫിനും കിട്ടും, പിന്നെ നിങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തോളും. അങ്ങനെയാണോ? അങ്ങനെ എവിടെയാ ഉള്ളത്? അവിടെ പോയ ടിഫിൻ കിട്ടുമോ? ബസ് റെസ്റ്റോറന്റ് നിങ്ങൾ തന്നെ വന്ന് കണ്ടോളൂ, വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം തന്റെ ഒരുപാട് കൂട്ടുകാരികളെ കൂടെ കൂട്ടിക്കൊണ്ട് ബാബുലാലിന്റെ ബസ് റെസ്റ്റോറന്റിലേക്ക് വന്നു. ബാബുലാലിന്റെ ഭാര്യ എല്ലാവർക്കും വേണ്ടിയും രാവിലെ ടിഫിൻ ചെയ്തു. അതെല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ് ചേട്ടാ. ഞങ്ങൾ കൃത്യസമയത്തിന് നേരെ ഓഫീസ് വന്ന പോലെയുണ്ട്, ഭക്ഷണം കഴിച്ച പോലെയുണ്ട്. ഞങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. പക്ഷെ ഞങ്ങളുടെ ബസ്സിൽ ആരും കയറുന്നില്ലല്ലോ. കാരണം ഈ ബസ് റെസ്റ്റോറന്റിനെ പറ്റി ജനങ്ങൾക്ക് ആർക്കും അറിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ആരും വരാത്തത്. അറിഞ്ഞാലേ പിന്നെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ കണ്ടില്ലേ, നിങ്ങൾ ഈ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയുന്നത്. ഞാൻ ഇത്രയും വലിയ ബോർഡ് വെച്ചിട്ടുണ്ടല്ലേ, ജനങ്ങൾക്ക് ഇതുപോലെ അറിയില്ലെങ്കിൽ പിന്നെ വേറെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ ബോർഡ് വെച്ചെങ്കിലും ഈ ബസ് കാണാൻ ജനങ്ങൾ ഇങ്ങോട്ട് വരണ്ടേ? ജനങ്ങളൊക്കെ ഈ ബസ്സിനടുത്ത് വരാതെ തന്നെ ഈ ബസ് റെസ്റ്റോറന്റിനെ പറ്റി അറിയുന്നത് പോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, എന്നാലേ നിങ്ങൾ വിചാരിച്ച് നടക്കുള്ളൂ. ഇത് നല്ല കാര്യം തന്നെ. ഇപ്പോ ബാബുലാൽ ഒരുപാട് പാംപ്ലെറ്റ്സ് അവിടെ ഒട്ടിച്ചു വെച്ചു. പിന്നെ ഓരോ സ്ഥലമായി ചെന്ന് എല്ലാവരുടെ കയ്യിലും അത് കൊടുത്തു. പിന്നെ അത് ബസ് സ്റ്റാൻഡിൽ ലൈനിൽ നിൽക്കുന്ന ആ ജനങ്ങൾക്കും നൽകി. അതുമാത്രമല്ലാതെ അദ്ദേഹം വീടുകൾ തോറും ചെന്ന് ആളുകളുടെ കയ്യിൽ ആ പാംപ്ലെറ്റ്സ് നൽകി. ഇതുമൂലം ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ ബസ് റെസ്റ്റോറന്റിനെ കുറിച്ച് അറിയാൻ തുടങ്ങി. ഇപ്പൊ അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിലേക്ക് ആളുകൾ കൂട്ടമായി വരാൻ തുടങ്ങി. അതിന്റെ ചേട്ടാ, ഒന്ന് പയ്യെ വരൂ. ബസ് നിങ്ങളെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല. വളരെ ശ്രദ്ധയോടെ ഇരിക്കൂ. ശ്യാംലാൽ എല്ലാവർക്കും ടിക്കറ്റ് നൽകി. പിന്നെ ആഹാരത്തിനുള്ള ഓർഡേഴ്സും വാങ്ങി. ഒരു വശത്ത് ബാബുലാലിന്റെ ഭാര്യ ആഹാരം ചെയ്യുന്നു. ഞങ്ങൾ 4 പേർക്കും ഓരോരോ ആലു പൊറോട്ട ചെയ്യൂ. ശരി മാഡം, ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഒരുപാട് കസ്റ്റമേഴ്സ് മുകളിലത്തെ അടുക്കിൽ കഴിക്കുന്നുണ്ട്. വീണ്ടും കുറെ ആളുകൾ താഴത്തെ അടുക്കിൽ നിന്ന് യാത്ര ചെയ്യുന്നുണ്ട്. ഇതാ മാഡം, നിങ്ങൾ ചോദിച്ച ആലു പൊറോട്ട ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ തന്നെ വളരെ ടേസ്റ്റുള്ള സാധനമാണ്. താങ്ക് യു ചേട്ടാ. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ബാബുലാലിന്റെ ബസ് റെസ്റ്റോറന്റിൽ ആളുകൾ കൂട്ടമായി വരാൻ തുടങ്ങി. ഇപ്പോ എല്ലാവർക്കും ഈ ബസ് റെസ്റ്റോറന്റിനെ കുറിച്ചുള്ള കാര്യം അറിയാൻ തുടങ്ങി. അതുകൊണ്ട് എല്ലാരും ഇതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കുറച്ചു ദിവസത്തിനകം തന്നെ ബാബുലാൽ ആ നഗരത്തിലെ പ്രസിദ്ധനായ മനുഷ്യനായി മാറി. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാശുണ്ടാക്കി ആ നഗരത്തിൽ തന്നെ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീട് വാങ്ങി. ഒരു ഗ്രാമത്തിൽ മീനയെന്നും റീനയെന്നും 2 സഹോദരിമാർ ജീവിച്ചിരുന്നു. റീന മൂത്തവൾ, പിന്നെ റീന അവളെക്കാൾ 2 വയസ്സിന് ഇളയതും. രണ്ടുപേരും തമ്മിൽ ഒരുപാട് സ്നേഹത്തിലായിരുന്നു. അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. അവരുടെ അച്ഛനും റീന മീന എന്ന പേരിൽ ഒരു ഡാബയും ഉണ്ടായിരുന്നു. അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം റീനയും മീനയുമാണ് ആ ഡാബ നടത്തിക്കൊണ്ടുവന്നിരുന്നത്. മീനെ, നിനക്ക് ഓർമ്മയുണ്ടോ നാളെ നമുക്ക് പച്ചക്കറിയുടെ സ്റ്റോക്ക് എടുത്തു കൊണ്ടുവരണം? എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി. രാവിലെ വാൻ റെഡിയാക്കാൻ ഞാൻ ഹരിയോട് പറഞ്ഞിട്ടുമുണ്ട്. നല്ല കാര്യം. വാ, നമുക്ക് കഴിഞ്ഞ മാസത്തെ കണക്കെടുത്ത് നോക്കാം. ആ 2 സഹോദരിമാരും ഇതുപോലെ ഡാബയിലെ ജോലിയെല്ലാം ഒരുമിച്ച് ചെയ്യുമായിരുന്നു. രണ്ടുപേർക്കുമിടയിൽ ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടേയില്ല. രണ്ടുപേർക്കും തമ്മിൽ ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു.
അടുത്ത ദിവസം രാവിലെ റീന, എഴുന്നേക്ക് വാ, നമുക്ക് വേഗം പുറപ്പെടണം. റീന ഒരു മറുപടിയും പറഞ്ഞില്ല. അതുകൊണ്ട് മീന റീനയെ തൊട്ടുനോക്കി. അപ്പോൾ റീനയ്ക്ക് നന്നായി പനിക്കുന്നുണ്ടെന്ന് മീന മനസ്സിലാക്കി. അയ്യോ, ഇതെന്താ? റീനയുടെ ദേഹം ചൂടുണ്ടല്ലോ. ഇവൾക്കിതെങ്ങനെ പെട്ടെന്ന് ഇത്ര പനി പിടിച്ചു? ഞാൻ ഉടനെ നല്ല ഡോക്ടറെ വിളിക്കണം. മീന ഉടനെ ഹരിയയോട് പറഞ്ഞ് ഒരു ഡോക്ടറിനെ വിളിച്ചു വരുത്തി. ഡോക്ടർ റീനയെ ചെക്ക് ചെയ്തിട്ട് ചില മരുന്നുകളും കുറിച്ചു കൊടുത്ത് അവളോട് നന്നായി വിശ്രമിക്കാൻ പറഞ്ഞു. മീനയും റീനയോട് നന്നായി വിശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ മീനെ, നീ ഇപ്പൊ എങ്ങനെ ഒറ്റയ്ക്ക് പോകും? ഡാബ എങ്ങനെ നീ നോക്കും? ഈ സമയത്താണോ എനിക്ക് അസുഖമൊക്കെ വരേണ്ടത്? റീന, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം നിന്റെ ആരോഗ്യം നന്നായി നോക്ക്. ഞാനിപ്പോ ഹരിയോടൊപ്പം ചെല്ലാം. പിന്നെ പച്ചക്കറി വാങ്ങിയിട്ട് ഡാബയിലേക്ക് വരാം. അത് കഴിഞ്ഞ് നിന്നെ കാണാൻ വരാം. മീന ഇതുവരെ ഒരിക്കലും തനിച്ച് ഒരു കാര്യവും ചെയ്തിട്ടേയില്ല. അതുകൊണ്ട് അവൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അവൾ ഹരിയെയും കൂട്ടി പച്ചക്കറി മാർക്കറ്റിലേക്ക് പോയി. അവിടെ അവൾ ഒരു പച്ചക്കറി കടക്കാരനെ കണ്ടു. വരൂ മേഡം, വരൂ. ഏത് പച്ചക്കറിയാ പാക്ക് ചെയ്യേണ്ടത്? എല്ലാം ഫ്രഷാണ്. ഏതാണ് വേണ്ടത് മേഡം? ചേട്ടാ, 5 കിലോ തക്കാളി, പിന്നെ 10 കിലോ ഉരുളക്കിഴങ്ങ്. അയ്യോ മേഡം, ചേട്ടനെന്ന് വിളിക്കരുതേ. എനിക്കും നിങ്ങളുടെ പ്രായമാണ്. എന്റെ പേര് രാഹുൽ. എന്റെ പേര് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആഹാ, അതെ അതെ. അപ്പൊ രാഹുൽ അങ്ങുന്നേ. ഇങ്ങനെ രാഹുലിനും മീനയ്ക്കുമിടയിൽ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അന്നു മുതൽ മീന എന്നും പച്ചക്കറി രാഹുലിന്റെ കയ്യിൽ നിന്നേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അവനോട് തന്റെ ഡാബയെക്കുറിച്ച് എല്ലാം തന്നെ പറഞ്ഞു. ഹാ, ഞാനും എന്റെ ചേച്ചിയാണ് ഡാബ നടത്തുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പൈസ പാതിയാക്കി വീതിക്കും. ഞങ്ങൾക്ക് അച്ഛനില്ല. എന്റെ ചേച്ചി വളരെ നല്ലവരാ. എന്നെ വളരെ നന്നായി നോക്കും. രാഹുൽ മീന പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേ നിന്നു. അതിനുശേഷം അവൻ ഇങ്ങനെ പറഞ്ഞു. മീനെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുന്നു. ഹാ, പക്ഷെ ഞാനിപ്പോ ഡാബയിൽ ചെന്ന് പണി ചെയ്യണം. ഇന്ന് എന്റെ ചേച്ചിയും അവിടെയില്ല. ഞാൻ ഒറ്റയ്ക്കല്ല എങ്ങനെ നോക്കുമെന്ന് അറിയില്ല. ആ ശരി, എന്നാൽ ഞാൻ നിന്റെ കൂടെ വരാം. നിനക്ക് തനിയെ കഷ്ടപ്പെടേണ്ട ആവശ്യവും വരില്ല. എനിക്കും നിന്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാം. മീന രാഹുലിനെ തന്നോടൊപ്പം ഡാബയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ ഡാബ കണ്ട് രാഹുൽ മീനയോട് ഇങ്ങനെ പറഞ്ഞു. നിന്റെ ഡാബ കാണാൻ അടിപൊളിയാണല്ലോ. എന്നാൽ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതിൽ റീന മീന ഡാബ എന്ന് പേര് വെക്കാതെ മീന ഡാബ എന്ന് മാത്രം പേര് വെച്ചാൽ മതിയായിരുന്നു. നീ എത്രത്തോളം സുന്ദരിയാ, എത്രത്തോളം അധ്വാനിക്കുന്നു. എന്റെ ആഗ്രഹം ഇതിൽ മീന ഡാബ എന്ന് മാത്രം മതിയെന്നാ. ഇല്ല, നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത്? ഈ ഡാബ ഞങ്ങൾ രണ്ടുപേരുടെ പ്രയത്നമാണ്. അതുകൊണ്ട് ഇതിന്റെ പേര് റീന മീന ഡാബ എന്നാണ്. ഇപ്പോൾ ഞാനില്ലേ നിന്നെ സഹായിക്കാൻ. ഇപ്പോൾ നിന്റെ ചേച്ചിയുടെ ആവശ്യം എവിടെ? എന്താ ഒന്ന് ചിന്തിക്ക്. ഇപ്പോൾ ഈ ഡാബ മുഴുവനും നിന്റെ സ്വന്തമാണെന്ന് കരുത്. നമുക്ക് രണ്ടുപേർക്കും എത്ര സന്തോഷത്തോടെ ജീവിക്കാം. റീനയ്ക്ക് ഒരുപാട് നാളായി രോഗം ഭേദമായതേയില്ല. മറ്റൊരു വശത്ത് രാഹുൽ മീനയെ പതുക്കെ പതുക്കെ റീനയ്ക്ക് എതിരായി മാറ്റി. അവൻ മീനയോട് ആ ഡാബ അവളുടെ പേരിൽ എഴുതി വാങ്ങിക്കാൻ വേണ്ടി പറയും. പിന്നെ അവളെ കല്യാണം കഴിക്കാമെന്നും പറയും. അങ്ങനെ രണ്ടുപേർക്കും സന്തോഷമായി ജീവിക്കാമെന്നും പറയും. മീനയും പതുക്കെ പതുക്കെ അവൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഡാബയുടെ മുദ്രപത്രം റെഡിയാക്കി റീനയെ കബളിപ്പിച്ച് അവളുടെ ഒപ്പും വാങ്ങിച്ചു. റീനയുടെ അസുഖം ഭേദമായതേയില്ല. അതുകൊണ്ട് റീന ഒന്നും ചോദിക്കാതെ ആ മുദ്രപത്രത്തിൽ ഒപ്പിട്ടു. അതിനുശേഷം മീന അവരുടെ പേരായ റീന മീന ഢാബ എന്നത് മാറ്റി മീന ഢാബ എന്ന് മാത്രം വെച്ച് രാഹുലിന്റെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ റീനയുടെ അസുഖവും ഭേദമായി. അവൾ ഢാബയിലേക്കും പോയി. അവൾ രാഹുലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ രാഹുലിനെ കണ്ടതും അവൻ ആള് ശരിയല്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. മീനെ, നീ എന്താ ചെയ്യുന്നത്? നീ എന്തിനാ നമ്മുടെ ബോർഡ് മാറ്റിയത്? പിന്നെ ഇതാരാ? ഇപ്പൊ ഈ ഡാബ എന്റെയാ. നിനക്ക് ഇതിലൊരു അർഹതയുമില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ പേപ്പർ കാണിക്കാം. പിന്നെ റീന, നീ ഇവിടുന്ന് നിരന്തരമായി പോകുന്നതാ നിനക്ക് നല്ലത്. പിന്നെ ഈ ഡാബയെ എന്റെ കാമുകനോടൊപ്പം നോക്കാൻ സമ്മതിക്കേ. രാഹുലാണ് ഇപ്പോൾ മീനയുടെ മനസ്സ് മാറ്റിയതെന്ന് റീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവനുമായി വഴക്കുണ്ടാക്കുന്നത് ശരിയാവില്ല എന്നവൾ കരുതി. ഇതെല്ലാം ചെയ്തത് രാഹുലാണെന്നുള്ളത് റീനയ്ക്ക് വളരെ നന്നായി മനസ്സിലായി. രാഹുലിനോടുള്ള പ്രേമമാണ് മീനയെ ഇപ്പോൾ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി. അതിനുശേഷം മീന ഡാബയുടെ മുൻപിൽ തന്നെ
ഒരു ചെറിയ തട്ടുകടയിൽ റീന ഢാബ എന്ന പേരിൽ ഒരു ഢാബ റീന നടത്താൻ തുടങ്ങി. എന്നാൽ ഫേമസ് ആയ മീന ഢാബ ഉള്ളതുകൊണ്ട് റീനയുടെ ഢാബയിലേക്ക് ആരും തന്നെ വന്നില്ല. എന്റെ ഡാബ നന്നായി നടക്കുന്ന പോലെ ഞാൻ വേണം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. അത് കഴിഞ്ഞ് എനിക്ക് മീനോട് സത്യം പറയാനാകൂ. എന്നിട്ട് രാഹുലിന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താനാകൂ. റീന ഒരുപാട് ചിന്തിച്ച ശേഷം അവൾക്ക് ഒരു ഐഡിയ തോന്നി. അവൾ ഒരു പാത്രത്തിൽ തന്നെ 54 തരത്തിലുള്ള ഭക്ഷണങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കസ്റ്റമേഴ്സിന് ഒരുപാട് വെറൈറ്റി കിട്ടുമെന്നും അവൾ കരുതി. അപ്പോൾ ഒരു പാത്രം കൊണ്ട് തന്നെ അവരുടെ മനസ്സും വയറും ഒരുമിച്ച് നിറയുമല്ലോ. ഇങ്ങനെ എന്തെങ്കിലും പുതിയതായി ചെയ്താൽ തന്റെ ഢാബയിലേക്ക് ഒരുപാട് ആൾക്കാർ വരുമെന്ന് അവൾ കരുതി. ഹാ, ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പേര് ബാഹുബലി താലി എന്ന് വെക്കാം. പിന്നെ എന്റെ ഈ ബാഹുബലി താലി സിറ്റി മുഴുവനും ഫേമസ് ആകും. റീന തന്റെ ബാഹുബലി ഥാലി ലോഞ്ച് ചെയ്തു. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ റീനയുടെ ബാഹുബലി ഥാലി സിറ്റി മുഴുവനും ഫേമസ് ആയി. അങ്ങനെ അവളുടെ റീന ഢാബയെ എല്ലാവരും ബാഹുബലി റീന ഢാബ എന്ന് വിളിക്കാനും തുടങ്ങി. അവൾ ഒരുപാട് പണം സമ്പാദിച്ച് അവളുടെ ഢാബ വളരെ വലിയൊരു ഢാബയാക്കി മാറ്റി. ഇത് കാരണം മീനയ്ക്ക് തന്റെ മീന ഢാബ അടയ്ക്കേണ്ടതായി വന്നു. ഒരു രാത്രിയിൽ റീന തന്റെ ഢാബ അടച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ 2 ആൾക്കാർ ഒച്ചപ്പാടോടെ ബഹളമുണ്ടാക്കുന്നത് കേട്ടു. ആ, നിന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ബാക്കിയില്ലല്ലോ. എനിക്ക് നിന്റെ കൂടെ ഒന്നും ജീവിക്കാൻ വയ്യ. ഞാൻ പോകുക. നീ തന്നെ നിന്റെ ഢാബ നടത്ത്. ഒന്നും പറ്റില്ലെങ്കിൽ ഇവിടെ ഇരുന്നോ. ഇവിടെ ഈ ഢാബയിൽ തന്നെ നീ തൂങ്ങിച്ചാവ്. പക്ഷേ നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? പിന്നെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് നീ പറഞ്ഞു. പണമുള്ളതുവരെ സ്നേഹമൊക്കെ കാണും. ഇപ്പോൾ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് എനിക്കറിയില്ലേ. ഇത് എല്ലാം കേട്ട് മീന കരയാൻ തുടങ്ങി. രാഹുൽ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അപ്പോൾ റീന മീനയുടെ അടുത്തേക്ക് വന്നു. അവൾ മീനയെ കെട്ടിപ്പിടിച്ചു. മീന ഒരുപാട് കരഞ്ഞു. അവൾ റീനയോട് മാപ്പും ചോദിച്ചു. റീനയും അപ്പോൾ മീനയോട് ക്ഷമിച്ചു. അങ്ങനെ ആ 2 സഹോദരിമാരും ചേർന്ന് അവരുടെ 2 ഢാബയായ മീന ഢാബയും പിന്നെ റീന ഢാബയും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി നാട് മുഴുവനും ഫേമസ് ആയി. ഒരു ഗ്രാമത്തിൽ കുസുംലത എന്നു പേരുള്ള ഒരു വയസ്സായ വിധവ സ്ത്രീ ഉണ്ടായിരുന്നു. കുസുംലതയ്ക്ക് ഒരേ ഒരു മകനാണ്. അവൻ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ സിറ്റിയിലേക്ക് ചെന്ന് സെറ്റിലായി. കുസുംലത ഗ്രാമത്തെ ലിറ്റിച്ചൊക്ക വ്യാപാരം ചെയ്ത് തന്റെ ജീവിതം നടത്തി വന്നു. ഒരു ദിവസം കുസുംലത തന്റെ കടയിൽ ലിറ്റിച്ചൊക്ക വിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലുള്ള ഒരാൾ പ്രേം പാൽ അവിടേക്ക് വന്നത്. എങ്ങനെയുണ്ടോ അമ്മേ? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിരിക്കുന്നു. ഞാൻ ഇപ്പോഴൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങൾ ഉണ്ടാക്കുന്ന ലിറ്റി ചുക്ക വളരെ കുറവായിട്ടാണല്ലോ വെക്കുന്നത്. മുൻപത്തേക്കാൾ വ്യാപാരം വളരെ കുറവാണ്. പക്ഷെ മതിയായ അളവിനുള്ള വ്യാപാരമുണ്ട്. അതുകൊണ്ടാണ് എന്റെ വീട്ടിലെ അടുപ്പും എരിയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഒറ്റ ഒരു മകനുണ്ടായിരുന്നു. അവന് നിങ്ങളെ വിട്ടിട്ട് അവൻ സിറ്റിയിലേക്ക് പോയി. പിന്നെ നിങ്ങൾ ഈ വയസ്സിൽ പിന്നെ എന്താണ് കഴിക്കാൻ പോകുന്നത്? ഈ വശത്ത് എന്തെങ്കിലും ജോലിക്കായി വന്നതാണോ പ്രേംപാൽ? ഇവിടെ നോക്കാമേ, എനിക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ലിറ്റിൽ ചുക്ക തീരെ എനിക്ക് ഇഷ്ടേ അല്ല. അതിലെ രുചി എന്ന് പറയുന്നതിൽ ഒന്നുമില്ല. ഇത് അവരവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതാണ് മോനെ. ചിലർക്ക് എന്റെ കൈകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ ലിറ്റിച്ചൊക്ക വളരെ ഇഷ്ടമായെന്ന് പറയുന്നു. അമ്മേ, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് പറയാൻ വേണ്ടി വന്നത് വെച്ചാൽ, നാളെ നിങ്ങളുടെ അടുത്ത് തന്നെ ഇന്നൊരു കട വരാൻ പോവുകയാണ്. നിങ്ങൾ എന്തു പറഞ്ഞു വരുന്നെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പ്രേംപാൽ. സിറ്റിയിലുള്ള എന്റെ അളിയൻ അജ്ജു നല്ല രുചിയുള്ള ലിറ്റിൽ ചുക്ക എന്റെ റെസിപ്പി പഠിച്ചിട്ടുണ്ട്. നാളെ തൊട്ട് അവൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ ഇരുന്നാണ് കടയിടാൻ പോകുന്നത്. നിങ്ങൾ അവനെ കണ്ടിട്ട് അവൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് തന്നെ വന്നിട്ട് ഈ കാര്യം പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനെ നോക്കി എന്തിനാ മോനെ ശബ്ദമുണ്ടാക്കുന്നേ? അവർക്ക് വിധിക്കപ്പെട്ടത് എന്താണോ അത് തന്നെ കിട്ടും. എനിക്ക് എന്താണ് കിട്ടേണ്ടതെന്ന് നിർണയിച്ചിരിക്കുന്നോ അത് തന്നെ എനിക്ക് കിട്ടും. കുസുംലത പറഞ്ഞത് കേട്ടിട്ട് പ്രേംപാൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. പ്രേംപാൽ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കലേ എത്തിക്കാണു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കൽ ഗ്രാമത്തലവൻ അദ്ദേഹത്തെ കാണാനായി വന്നു. ചേടാ, എന്താണ് കാര്യം മുതലാളി? അങ്ങനെ എന്താണ് മുഖ്യമായ കാര്യം വന്നത്? നിങ്ങൾ എന്റെ വീട്ടിലേക്ക് എന്നെ തേടി വന്നിട്ടുണ്ടല്ലോ. നിങ്ങളും ആ കുസുംലത സംസാരിക്കുന്നത് ഞാൻ കുറെ നേരം കേട്ടോണ്ടിരുന്നായിരുന്നു. ശരി, നിങ്ങൾ എന്താണ് പറയാൻ വരുന്നത് മുതലാളി? നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെയായാലും നിന്റെ ഭാഗത്താണ് നിൽക്കാൻ പോകുന്നത്. എനിക്ക് നിങ്ങളുടെ മേലെ ആ വിശ്വാസമുണ്ട് മുതലാളി. കാര്യം അതല്ല പ്രേംപാൽ. ഒരു പക്ഷേ ഈ കുസുംലത വന്നിട്ടുണ്ടെങ്കിൽ
എൻ്റെ അടുത്ത് സഹായം ചോദിച്ചാൽ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ തീർച്ചയായിട്ടും ഒരു ആവശ്യം കൊണ്ട് നിന്റെ ഈ അളിയന്റെ കട ഞാൻ അവിടെ ഇരുന്ന് മാറ്റണമെന്നാ പറയാൻ പറ്റുള്ളൂ. കാരണം കുസുംലത അവസാനമായിട്ട് 20 കൊല്ലമായിട്ട് അവിടെയാണ് കട നടത്തുന്നത്. നിനക്കെന്നെ അറിയാലോ. അങ്ങനെ വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, നിങ്ങൾ ആര് ഭാഗത്താണ് നിൽക്കുന്നത്? എന്റെ ഭാഗത്താണോ അല്ലെങ്കിൽ ആ കഴിവിന്റെ ഭാഗത്താണോ? ഞാൻ എപ്പോഴും നിങ്ങളുടെ ഭാഗത്താണ് പ്രേംപാൽ. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് കാര്യം പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും പോലെ എന്നെ ഇപ്രാവശ്യം നോക്കിയാൽ എനിക്ക് സന്തോഷമായിട്ടുണ്ടാവും. അതിനാവാനുള്ള ചെലവ് നിങ്ങളല്ലേ നോക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ ചോദിക്കാനുള്ള കാര്യമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നേക്കാം, ഈ പ്രാവശ്യം തലവനാവാനുള്ള ചെലവ് പകുതി ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? തലവൻ വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം അജു കുസുംലതയുടെ കടയ്ക്ക് അരികിലായി തന്നെ ഒരു കട ഇട്ടു. അജു തന്റെ കട വളരെ നന്നായി അലങ്കരിച്ചിരുന്നു. ഒരാൾ അജുവിനോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ, ആ ചേട്ടാ, ഈ കടയിൽ നിങ്ങൾ എന്ത് സാധനം വെച്ചിരിക്കുന്നത്? ഇത് സിറ്റിയിലുള്ള ലിറ്റിൽ ചൊക്കയാണ്. കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുണ്ടാവും. ലിറ്റിൽ ചൊക്ക ഞങ്ങളുടെ ഗ്രാമത്തിലെ കുസുംലത ഉണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതെനിക്ക് കുറച്ച് വ്യത്യാസമായിട്ട് അറിയുന്നുണ്ടല്ലോ. ഇത് സിറ്റിയിൽ പുതിയ റെസിപ്പി ആയിട്ട് ഉണ്ടാക്കിയ ലിറ്റിൽ ചൊക്കയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടുന്ന് കഴിച്ചാലേ നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെയാണ് വരിക. എന്നാ വേഗം തന്നെ എനിക്ക് ഒരു പ്ലേറ്റിൽ ലിറ്റിൽ ചൊക്ക ഉണ്ടാക്കി തരൂ. അജു അദ്ദേഹത്തിന് ലിറ്റിൽ ചൊക്ക ചെയ്ത് കയ്യിൽ കൊടുത്തു. അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമായി. അദ്ദേഹം ലിറ്റിൽ ചൊക്ക കഴിച്ചിട്ട് അവിടെ നിന്നും പുറപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് അജു അയാളോട് എന്തു പറഞ്ഞെന്നാൽ, ചേട്ടാ, ഒരു കാര്യം പറ. നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടേ ഇല്ലല്ലോ. എന്റെ ലിറ്റിൽ ചൊക്കോന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്, നിമ്മതിയായിട്ടുണ്ട്. പിന്നെന്നാ ഗ്രാമത്തിൽ പോയിട്ട് എന്നെ പറ്റി പെരുമേറ്റി പറയൂ. പിന്നെ എല്ലാരടുത്തും എന്റെ കടയിലേക്ക് വന്നിട്ട് എന്റെ ലിറ്റിൽ ചൊക്ക കഴിക്കാൻ പറയൂ. അതുമാത്രല്ലാതെ ആ കഴിവിനടുത്ത് ആരും പോകണ്ടെന്ന് പറഞ്ഞേക്ക്. അജു പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. കുസുംലത അജുവിനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഇത് വളരെ തെറ്റാണ് മോനെ. നീ ലിറ്റിൽ ചൊക്ക വളരെ നന്നായി ചെയ്യുന്നുണ്ട്, അതിലൊരു സംശയവുമില്ല. അതേസമയം ഞാൻ ചെയ്യുന്ന ലിറ്റിൽ ചൊക്കയെ കുറ്റം പറയാൻ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. എനിക്ക് മുമ്പ് തന്നെ അറിയാം നിങ്ങൾ എന്റെ കൂടെ വന്നിട്ട് വഴക്കിടുമെന്ന്. പ്രേംപാൽ മാമ എന്റെ അടുത്ത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നോട് വഴക്കിടുന്നതല്ല മോനെ. നീ ഗ്രാമത്തിൽ നിന്റെ ലിറ്റിൽ ചൊക്കയെ കുറിച്ച് മഹത്വമായി പറയാൻ പറയുന്നു, പിന്നെ എന്റെ വ്യാപാരത്തെ കുറിച്ച് കുറ്റം പറയുന്നു. ഞാൻ എപ്പോഴും നിങ്ങളെയും പിന്നെ നിങ്ങളുടെ ലിറ്റിൽ ചൊക്കോനെ പറ്റി ഇങ്ങനെയാണ് പറയാൻ പോകുന്നത്. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചെയ്തോളൂ. ആ ദിവസത്തിന് ശേഷം ആരെങ്കിലും അറിയാതെ പോലും കുസുംലതയുടെ കടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അജു തന്റെ കൈകൊണ്ട് ചെയ്ത ലിറ്റിൽ ചൊക്ക ഫ്രീ ആയിട്ട് നൽകാൻ തുടങ്ങി. അദ്ദേഹത്തിന് അജുവിന്റെ കൈകൊണ്ട് ചെയ്ത ലിറ്റിൽ ചൊക്ക വളരെ ഇഷ്ടപ്പെട്ടു. പതുക്കെ പതുക്കെ അജു കുസുംലതയുടെ കസ്റ്റമേഴ്സ് എല്ലാവരെയും തന്റെ വശത്തേക്ക് എടുത്തു. കുസുംലത വേറെ വഴിയില്ലാതെ ഗ്രാമത്തലവനെ കാണാൻ ചെന്നു. എന്ത് കാര്യമാണ് കുസുംലത? നിങ്ങൾക്ക് എന്താണ് ഇന്ന് ഗ്രാമത്തിന് തലവനെ പറ്റി ഓർമ്മ വന്നത്? തലവൻ സാറേ, നിങ്ങൾ സംസാരിക്കുന്നത് കണ്ടാൽ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നു. സാർ, ഇതൊരു ചെറിയ ഗ്രാമമാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒരു തുമ്മൽ വന്നാൽ പോലും അത് മൊത്ത ഗ്രാമത്തിനും അറിയുന്നതാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ആ പ്രേംപാളിന്റെ അളിയനെ പറ്റി കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയല്ലേ വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് മരത്തിന്റെ താഴെ നിങ്ങളുടെ കട വെച്ചിട്ടുണ്ടോ ആ സ്ഥലം നിങ്ങളുടെ അല്ല, ഗ്രാമത്തിന്റെയാണ്. പിന്നെ ആ സ്ഥലത്തിൽ ആർക്ക് വേണമെങ്കിലും കട വെക്കാനുള്ള യോഗ്യത ഉണ്ട്. തലവൻ സാറേ, നിങ്ങൾ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അജു അവിടെ കടയിട്ടതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അവൻ എന്റെ കസ്റ്റമേഴ്സ് എല്ലാവരെയും ശല്യം ചെയ്യുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന ലിറ്റിൽ ചൊക്കയെ കുറിച്ച് എല്ലാരോടും കുറ്റം പറയുന്നു. അത് തെറ്റാണ് തലവൻ സാർ. നിങ്ങൾ പറഞ്ഞത് ആര് വേണ്ടെന്നും പറഞ്ഞിട്ടില്ലല്ലോ കുസുംലത. നിങ്ങൾ അവന്റെ ലിറ്റിൽ ചൊക്കനെ പറ്റി തെറ്റായിട്ട് പറയൂ. അവൻ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ലിറ്റിൽ ചൊക്ക കൊടുത്താൽ നിങ്ങളും കൊടുത്തേക്ക്. നിങ്ങൾ രണ്ടുപേരുടെയും പ്രശ്നം എടുത്തിട്ട് ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട. നിങ്ങൾക്ക് ഇവിടുന്ന് പോയേക്കാം. കുസുംലത സങ്കടത്തോടെ അവിടെ നിന്നും പോയി. കുസുംലത ലിറ്റിൽ ചൊക്ക വളരെ നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങൾ ആരും തന്നെ അവരുടെ ലിറ്റിൽ ചൊക്ക കഴിക്കാറേ ഇല്ല. ഒരു ദിവസം എന്തുണ്ടായെന്നാൽ, ഒരു 10 വയസ്സ് ചെറിയ കുട്ടി ഒരു അഴുക്കായ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അജുവിന്റെ കടയുടെ അടുത്തേക്ക് വന്നു നിന്നു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. നിന്റെ ഈ മോശമായ ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടാൽ എനിക്ക് തോന്നി വെച്ചാൽ നിന്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ പോലും കാശുണ്ടാവില്ലെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുവോ? ഏയ്, നിനക്ക് ഭിക്ഷ എടുക്കണമെങ്കിൽ നീ പോയിട്ട് ഗ്രാമത്തിൽ ഭിക്ഷ എടുക്ക്. എന്റെ കടലിന് മുമ്പ് ഒന്നും ഇവിടെ നിൽക്കാൻ പാടില്ല. ഇവിടുന്ന് പോയേക്കണം. എന്റെ ബിസിനസിന് സമയമായി. ആ ചെറിയ കുട്ടി വളരെ സങ്കടത്തോടെ കുസുംലതയുടെ കടയുടെ മുൻപിൽ വന്നു നിന്നു.
എന്തു പറ്റി മോനെ? എനിക്ക് വളരെ ഭയങ്കരമായി വിശക്കുന്നു. നിന്റെ പേരെന്താ മോളെ? എന്റെ പേര് രാധ. കുസുംലത ആ കുട്ടി രാധയ്ക്ക് ഒരു പ്ലേറ്റ് ലിറ്റിൽ ചൊക്ക നൽകി. രാധ കുറച്ചു സമയത്തിനകം അതെല്ലാം തന്നെ കഴിച്ചു. നിനക്ക് കുറച്ചുകൂടി വേണോ മോളെ? അതെ, ഇത് വളരെ നന്നായിട്ടുണ്ട്. കുസുംലത ചിരിച്ചുകൊണ്ട് ഇനിയൊരു പ്ലേറ്റ് കൂടി രാധയ്ക്ക് നൽകി. രാധ മറ്റൊരു പ്ലേറ്റ് ലിറ്റിൽ ചൊക്ക കഴിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ലിറ്റിൽ ചൊക്ക വളരെ നന്നായിട്ടുണ്ട്. അതെ, പക്ഷെ എന്റെ കൈകൊണ്ട് ചെയ്യുന്ന ഈ ലിറ്റിൽ ചൊക്കയെ ഗ്രാമത്തിലെ ജനങ്ങൾ ആരും തന്നെ കഴിക്കാറില്ല. അപ്പോ നിങ്ങൾ ലിറ്റിൽ ചൊക്കയിൽ മാഗി ചേർക്കുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ മാഗി ലിറ്റിൽ ചൊക്കയെ ആർക്കും തടയാനാവില്ല. ആരൊക്കെ അത് കഴിക്കുന്നോ ആ രുചി അവരൊരിക്കലും മറക്കുകയില്ല. മനസ്സിലായോ? അയ്യോ പൊന്നുമോളെ, ഞാനൊന്നും പഠിക്കാത്തവളാണ്. എന്റെ കാലത്തിലുള്ളവർക്കൊക്കെ മാഗി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല. എന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും? നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നാളെ രാവിലെ 5 മണിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. അത് ചെയ്യാനുള്ള വിധം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് പോകാം. ഇങ്ങനെ പറഞ്ഞിട്ട് രാധ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. കുസുംലത ആ കുട്ടി പറഞ്ഞത് വലുതായിട്ട് എടുത്തില്ല. അടുത്ത ദിവസം കുസുംലത രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റു. കുസുംലത ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അപ്പോഴാണ് അവരുടെ വീടിന്റെ കതക് തട്ടുന്ന ശബ്ദം കേട്ടത്. ഇത്ര അതിരാവിലെ ആരായിരിക്കും വന്നത്? ചെന്ന് ആരാണെന്ന് നോക്കാം. കുസുംലത കതക് തുറന്നതും അവരുടെ മുൻപിലായി രാധ നിൽക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ചെറിയ മെഷീൻ ഉണ്ടായിരുന്നു. അകത്ത് വാ മോളെ രാധ. നീ വരാന്ന് പറഞ്ഞ കാര്യം മറന്നുപോയി മോളെ. എനിക്കത് അറിയാം, നിങ്ങൾ ഞാൻ പറഞ്ഞത് മറന്നു കാണുന്നു. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ നിന്റെ കയ്യിൽ എന്താണ് മോളെ ഇത്? ഇതൊരു മെഷീനാണ്. ഈ മെഷീന്റെ അകത്ത് നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ മാവ് ഇതിനകത്ത് ഇടുകയാണെങ്കിൽ ഇതിനകത്തുനിന്നും ഒരുപാട് മാഗി വരുന്നതായിരിക്കും. പിന്നെ ആ മാഗി ലിറ്റിൽ ചോക്കയിൽ നിങ്ങൾ കലർത്തി വിൽക്കൂ. അതിനുശേഷം നോക്കിക്കോ, ഈ ഗ്രാമം മൊത്തം മാഗി ലിറ്റിൽ ചോക്കയുടെ രുചി കണ്ടിട്ട് മയങ്ങിപ്പോകും. കുസുംലത അതുപോലെ തന്നെ ചെയ്തു. തന്റെ കൈകൊണ്ടുണ്ടാക്കിയ മാവ് ആ മെഷീനകത്തേക്ക് ഇട്ടു. പിന്നെ ആ മെഷീനകത്തുനിന്നും റെഡിയായ ഒരുപാട് മാഗി വരാൻ തുടങ്ങി. രാധ കുസുംലതയോട് ലിറ്റിൽ ചോക്ക മാഗി എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് കുസുംലതയ്ക്ക് എല്ലാം മനസ്സിലായി. എന്നാൽ ഞാൻ പോകട്ടെ, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വരാം. അതുവരെ ഈ മെഷീൻ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. അടുത്ത ദിവസം തന്നെ കുസുംലത മാഗി ലിറ്റിൽ ചോക്ക കടയിട്ടു. ഓ, ഇതെന്താണമ്മേ? നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഈ ലിറ്റിൽ ചക്കയില് മാഗി ഇട്ടിരിക്കുന്നത്? ഇത് വിഷമായി പോവല്ലോ. ഇത് ആർക്ക് കഴിക്കാൻ പറ്റും? അപ്പോഴാണ് അതുവഴി ഒരാൾ പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഉടൻ തന്നെ കുസുമലതയുടെ അടുത്തേക്ക് വന്ന് എന്തു പറഞ്ഞെന്നാൽ, ചേടാ, നല്ല മണമാണല്ലോ വരുന്നത്. ഇത് എന്തിന്റെ മണമാണെന്ന് പറയാൻ പറ്റുമോ? ഇത് എന്റെ കൈകൊണ്ട് ചെയ്ത മാഗി ലിറ്റിൽ ചോക്കയുടെ മണമാണ്. എന്റെ പൊന്നോ, ഞാൻ ഇതുവരെ കേട്ടത് വരെ ചോക്കയും പിന്നെ മാഗിയും രണ്ടും വ്യത്യാസമായ സാധനങ്ങളാണ്. ഇത് രണ്ടും ഇങ്ങനെ മിക്സ് ചെയ്ത പോലെ ഞാൻ കഴിച്ചിട്ടേ ഇല്ലല്ലോ. വേഗം എനിക്കെന്നെ ഒരു പ്ലേറ്റ് തന്നേക്ക്. കുസുംലത ഒരു പ്ലേറ്റിൽ മാഗി ലിറ്റിൽ ചോക്ക ഇട്ട് അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം കുറച്ചു സമയത്തിനകം തന്നെ എല്ലാം കഴിച്ചു. എന്റെ പൊന്നോ, വളരെ നന്നായിട്ടുണ്ട്. അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ ഇത് ഇത്രത്തോളം രുചിയുള്ളതായിരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു പോലും നോക്കിയില്ലാന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ അജു വളരെ ദേഷ്യത്തോടെ പല്ല് കടിച്ചു പിടിച്ചു നിൽക്കുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കകം ഗ്രാമം മൊത്തം കുസുംലതയുടെ കൈകൊണ്ട് ചെയ്ത മാഗി ലിറ്റിൽ ചോക്ക പ്രാബല്യമാകാൻ തുടങ്ങി. ഇപ്പോൾ അടുത്ത ഗ്രാമത്തിലെ ജനങ്ങൾ പോലും കുസുംലതയുടെ കൈകൊണ്ട് ചെയ്ത മാഗി ലിറ്റിൽ ചോക്ക കഴിക്കാനായി എത്താൻ തുടങ്ങി. ഇക്കാര്യം അജുവിന് വളരെ കഷ്ടമായി മാറി തുടങ്ങി. ഇപ്പോൾ അജുവിന്റെ അവസ്ഥ എങ്ങനെയായെന്നാൽ അദ്ദേഹത്തിന്റെ കടയിന്റെ മുൻപിൽ ഒരു പട്ടി പോലും നിൽക്കാറില്ല. അദ്ദേഹം വളരെ ദേഷ്യത്തോടെ പ്രേംപാലിനോട് എന്തു പറഞ്ഞെന്നാൽ, ഇത് എന്താ മച്ചാനെ, ദിവസം എനിക്ക് പ്രശ്നം മേലെ പ്രശ്നമാണല്ലോ വരുന്നത്. നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തത്? നീ ഒന്നും വിഷമിക്കണ്ട. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ തലവന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കാം. അവർക്ക് കൊടുക്കാനുള്ള പങ്കൊക്കെ ഇനി എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നും ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അദ്ദേഹത്തിന് ഇത്രയും പങ്ക് തരികയാണെങ്കിൽ അതിന് പകരം അവരും നമ്മൾക്ക് സഹായിക്കാനുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കണ്ടേ? പ്രേംപാൽ വൈകുന്നേരം ആയപ്പോൾ തലവനെ ചെന്ന് കണ്ടു. എന്റെ കണ്ണിന് മുമ്പിൽ പകരം ഒരു കാര്യം മറക്കാൻ പറ്റില്ല പ്രേംപാൽ. കുസുംലത ഉണ്ടാക്കുന്ന മാഗി ലിറ്റിൽ ചൗക്ക ഇപ്പൊ ദൂരമുള്ള ഗ്രാമങ്ങൾ വരെ എല്ലായിടത്തിലും ഫേമസ് ആയിട്ടുണ്ട്. അവളുടെ ഈ വളർച്ച കാണുമ്പോൾ എനിക്കും വല്ലാതെ അസൂയയുണ്ട്. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്തു നോക്കാം. അടുത്ത ദിവസം തലവൻ കുസുംലതയുടെ കടയുടെ അടുത്ത് വന്ന് എന്തു പറഞ്ഞെന്നാൽ,
കുസുംലത ചേച്ചി, നിങ്ങൾ വേഗം നിങ്ങളുടെ കട എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും മാറ്റിയേക്കണം. പക്ഷെ എന്തിനാ അങ്ങനെ ചെയ്യാൻ പറയുന്നേ? കാരണം ഈ സ്ഥലം പ്രേംപാളും വാങ്ങിയിട്ടുണ്ട്. കാരണം ഈ സ്ഥലം അവരുടെ സ്വന്തമാണ്. കുസുംലത ചിരിച്ചുകൊണ്ട് തലവനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഇനി ഞാൻ ഇവിടെ കട നടത്തേണ്ട ആവശ്യമില്ല തലവൻ സാറേ. കാരണം ഞാൻ ഗ്രാമത്ത് ഒരു കട സ്വന്തമായി വാങ്ങിച്ചിരിക്കുന്നു. ഇതിനുശേഷം ഞാൻ എന്റെ കടയിൽ മാഗി ലിറ്റിൽ ചോക്ക ചെയ്ത് വ്യാപാരം ചെയ്യും. കുറച്ചു ദിവസത്തിനകം തന്നെ കുസുംലത ആ ഗ്രാമത്തിൽ നല്ലൊരു കട തുറന്നു. പിന്നെ അവർക്കെന്ന് സ്വന്തമായ ഒരു നല്ല വീടും കെട്ടി. ഒരു ദിവസം രാത്രി കുസുംലത രാധയെ കുറിച്ച് ആലോചിക്കായിരുന്നു. അപ്പോഴാണ് അവരുടെ വീടിന്റെ കതക് ആരോ തട്ടിയത്. അവർ തന്റെ വീടിന്റെ കതക് തുറന്നു നോക്കിയപ്പോൾ രാധ നല്ല വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ഒപ്പം ഒരു നല്ല മനുഷ്യനോടൊപ്പം നിൽക്കുകയായിരുന്നു. ഞാൻ ഇതുവഴി പോവുകയായിരുന്നു, അതുകൊണ്ടാ നിങ്ങളെ കണ്ടിട്ട് പോകാമെന്ന് വന്നത്. നീ തന്ന മെഷീൻ എന്റെ കയ്യിലാണുള്ളത് മോളെ. ആ മെഷീൻ നീ എടുത്തുകൊണ്ട് പോകാനാണോ മോളെ വന്നത്? പറയണമെങ്കിൽ അതൊരു മാന്ത്രിക മാഗി ലിറ്റിൽ ചോക്ക ചെയ്യുന്ന മെഷീനാണ്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെയും പറയാം, ഞങ്ങളെല്ലാം മാന്ത്രിക ലോകത്തിലുള്ളവരാണ്. പിന്നെ ഇദ്ദേഹമാണ് എന്റെ അച്ഛൻ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അപമാനപ്പെടുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് സഹിക്കാൻ സാധിച്ചില്ല. ഞാൻ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഈ മെഷീൻ നിങ്ങൾക്ക് നൽകാനായി വന്നത്. ഈ മെഷീൻ ഇനി നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങളെ കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ഇങ്ങനെ പറഞ്ഞിട്ട് രാധയും അവളുടെ അച്ഛനും അവിടെ നിന്നും മാഞ്ഞുപോയി. കുസുംലത ചിരിച്ചുകൊണ്ട് ആ വീടിന്റെ കതക് മൂടി. കുസുംലത ഇന്നും ആ മാന്ത്രിക മെഷീനിൽ നിന്ന് മാന്ത്രിക ലിറ്റിൽ ചോക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ്.